സിപിഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ തുടക്കമാകും. മുതിർന്ന നേതാവ് ബിമൻ ബസു സമ്മേളനത്തിന്റെ പതാക ഉയർത്തും. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിരവധി പേരുകളാണ് പാർട്ടി പരിഗണനയിലുള്ളത്. തമിഴ്നാട്ടിലെ ചരിത്ര സാംസ്കാരിക നഗരമായ മധുരയിലെ തമുക്കം മൈതാനത്താണ് സിപിഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. പി രാമമൂർത്തി സ്മാരക ഹാളിൽ ഒരുക്കിയിരിക്കുന്ന ചരിത്ര പ്രദർശനം ഇന്ന് വൈകിട്ട് 6:30 മാധ്യമപ്രവർത്തകനും സ്വാഗത സംഘം രക്ഷാധികാരിയുമായ എൻ റാം ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ സന്ധ്യയ്ക്ക് മൈതാനത്ത് എത്തിച്ചേരും. വെൺമണി രക്തസാക്ഷികളുടെ സ്മാരക കുടീരത്തിൽ നിന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകി കൊണ്ടുവരുന്ന പതാക നാളെ രാവിലെ ഉയർത്തും. ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് ബിമൻ ബസു ആണ് പതാക ഉയർത്തുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPI ജനറൽ സെക്രട്ടറി ഡി രാജ അടക്കമുള്ളവർ ഉദ്ഘാടനത്തിന് പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിനിധി സമ്മേളനം. 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം റെഡ് വാളണ്ടിയർ മാർച്ച് ആരംഭിക്കും. റിംഗ് ടോൺ ജംഗ്ഷന് സമീപം എൻ ശങ്കരയ്യ സ്മാരക ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. 75 വയസ്സെന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കണമോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. MA ബേബി, അശോക് ധവള, BV രാഘവലു അടക്കമുള്ളവരുടെ പേരുകളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പ്രായപരിധി ഇളവ് നൽകിയാൽ ബൃന്ദ കാരട്ട് അടക്കമുള്ളവരും പരിഗണിക്കപ്പെട്ടേക്കാം. പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ മലയാളികളായ നിരവധി പുതുമുഖങ്ങളും ഉണ്ടായേക്കും. ദേശീയ തലത്തിൽ കോൺഗ്രസിനോടുള്ള സമീപനം, മോദി ഫാസിസ്റ്റാണോ നവഫാസിസ്റ്റാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെ, PBയിൽ ആരൊക്കെ വരും, ജനറൽ സെക്രട്ടറി ആര് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാളെ മുതൽ CPMന്റെ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് ലഭിക്കേണ്ടത്. മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് ക്യാമറമാൻ സിജോ സുധാകരനൊപ്പം സൈഫ് സൈനുൽ അബ്ദീൻ, മീഡിയ 1.